കയറിക്കിടക്കാൻ സ്വന്തമായി ഒരു വീട്, അത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അതിനുവേണ്ടി ലോണെടുത്തും സ്വർണം വിറ്റും കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം കടം വാങ്ങിയും പണിയുന്നത് നമ്മുടെ ആവശ്യത്തിലധികം വലിപ്പമുള്ള ആഡംബര ഭവനങ്ങളായിരിക്കും. എല്ലാവരും വീടിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നത് കേട്ട് സ്വയം അഭിമാനിക്കും. പിന്നെയാണ് യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നത്. കടം വീടലും വായ്പ തിരിച്ചടയ്ക്കലും വീട് വൃത്തിയാക്കലും ഒക്കെയായി വൈകാതെ സ്വപ്നഭവനം ഒരു തലവേദനയായി മാറും. ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച് മലയാളികൾക്ക് ഇപ്പോൾ വലിയ വീടുകളോട് താല്പര്യം കുറഞ്ഞുവെന്നാണ് പ്രമുഖ ആർക്കിടെക്റ്റുകളുടെ അഭിപ്രായം. വലിയ വീടുകളോടുള്ള താല്പര്യം കുറയാൻ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് നിർമ്മാണ ചെലവ് തന്നെയാണ്. നിർമ്മാണ സാമഗ്രികളുടെ വില റെക്കോർഡ് കുതിപ്പിലുമാണ്. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി, വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം, ഭാവിയിൽ ആവശ്യമായി വന്നേക്കാവുന്ന സ്ഥലം തുടങ്ങിയവ കൂടി മുന്നിൽ കണ്ട് വേണം വീട് പണിയാനെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത്. പണ്ടുകാലത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി നാട്ടിലൊരിടത്തും ഇപ്പോൾ നിലവില്ലെന്ന് തന്നെ പറയാം. അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന അണുകുടുംബങ്ങൾ, അവർക്ക് താമസിക്കാൻ വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ. അത് തിരിച്ചറിഞ്ഞാണ് പലരും ഇപ്പോൾ വീട് നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. ഭാരിച്ച ചെലവിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് വീട് വൃത്തിയാക്കി സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പരമ്പരാഗതമായി കിട്ടിയ വീടിനെ മുഴുവനായി ഇടിച്ചു കളയുന്ന ട്രെൻഡും ഇപ്പോഴില്ല. മൊത്തം ഇടിച്ചു നിരത്തിയ ശേഷം പുതിയ വീട് നിർമ്മിക്കുന്നതിനേക്കാൾ ആളുകൾക്കിപ്പോൾ താല്പര്യം പഴയ വീടുകളെ നിലനിർത്തിയ ശേഷം മോടി പിടിപ്പിച്ച് മുഖം മിനുക്കിയെടുക്കുന്നതിലാണ്. അതാകുമ്പോൾ പഴമയുടെ മേന്മ നിലനിർത്തുകയും ചെയ്യാം. ഒപ്പം ആദ്യം മുതൽ വീട് നിർമ്മിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി എടുക്കുകയും ചെയ്യാം. വീടുകളിൽ ആവശ്യത്തിലധികം മുറികൾ നിർമ്മിക്കുന്ന പ്രവണതയും ഇപ്പോൾ കാണുന്നില്ല. അടുത്ത കാലത്ത് വരെ വീട് നിർമ്മിക്കുമ്പോൾ തന്നെ അതിഥികൾക്കായി ഒരു മുറി പണിയുമായിരുന്നു. ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യാറില്ല. ഇതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, ആളുകൾക്കെല്ലാം ഇപ്പോൾ സമയവ്യത്യാസമില്ലാതെ യാത്ര ചെയ്യാൻ സ്വന്തമായി തന്നെ സൗകര്യമുണ്ട്. അതിനാൽ ആരും മറ്റൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ നിൽക്കാറില്ല. വളരെ അപൂർവമായി ഇങ്ങനെ സംഭവിച്ചാൽ പോലും പരമാവധി ഒരു ദിവസമാണ് മറ്റൊരു വീട്ടിൽ തങ്ങുന്നത്. അടുത്ത ബന്ധുവിൻ്റെ വിവാഹം, മരണം, മറ്റു ചടങ്ങുകൾ തുടങ്ങിയവയ്ക്കൊന്നും ഇപ്പോൾ ബന്ധുവീട്ടിൽ തങ്ങുന്ന പ്രവണതയില്ല. രാവിലെ പോകും, വൈകിട്ട് തിരിച്ചു വരും. അപ്പോൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു ദിവസം മാത്രം തങ്ങുന്ന അതിഥിക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കി ഒരു മുറി മാറ്റിയിടുന്നത് അനാവശ്യ ചെലവാണെന്ന തിരിച്ചറിവും ആളുകൾക്കിടയിലുണ്ട്. വീട്ടിൽ ആവശ്യത്തിലധികം സാധനങ്ങൾ വാങ്ങി നിരത്തി അനാവശ്യമായി സ്ഥലം പാഴാക്കുന്ന പ്രവണതയും മലയാളികൾക്കിടയിൽ നന്നായി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പലരും വ്യക്തമാക്കുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരാരും ഇവിടെ വീട് വയ്ക്കുന്നില്ല. ഉള്ളതുകൂടി കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് കിട്ടിയ പണം കൊണ്ട് സ്ഥലം പിടിക്കുകയാണ്. ഇതെല്ലാം ബാധിച്ചത് ഇവിടുത്തെ നിർമ്മാണ മേഖലയും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനെയും ഒക്കെയാണ്. ഇവിടെ ഇപ്പോൾ കാണുന്നത് എന്താ? ഒന്നുകിൽ 2 റൂമുള്ള ഒരു നില വീട്, ഇല്ലെങ്കിൽ ഏറിയാൽ 3 മുറി, വളരെ ചുരുക്കം മാത്രമേ 4 മുറികളുള്ള ഒരു നില വീട് കെട്ടാറുള്ളൂ. 2 നില വീടുകൾ ഇപ്പോൾ പലരും വയ്ക്കുന്നില്ല. കാരണം ഒന്നാമത് ഈ സ്റ്റെപ്പ്, അകത്തൂടെയുള്ള സ്റ്റെപ്പ് കയറാൻ ഒരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറിപ്പോകാൻ ആരോഗ്യം അനുവദിക്കുന്നില്ല. മുട്ടിന് പ്രശ്നം, മുട്ടുവേദന, കാലുവേദന തുടങ്ങി അത് മുകളിലത്തെ നിലയിലോട്ട് പോകാനോ അല്ലെങ്കിൽ അവിടെ മുകളിലത്തെ നിലയിൽ അടിച്ചു വാരാനോ അല്ലെങ്കിൽ വൃത്തിയാക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പലരും ഒരു നില തന്നെ വെക്കുക എന്ന ഒരു ഇടപാടാണ് ഇപ്പോൾ കാണുന്നത്. ആ ഒരു നില വെക്കുമ്പോൾ തന്നെ മിനിമം 2 മുറി, ഇല്ലെങ്കിൽ 3, പരമാവധി പോയ 4. ആ 4 റൂം തന്നെ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. അത് വളരെ ഭംഗിയായി പലരും ഇപ്പോൾ ചെറിയ ചിലവിൽ ലോ കോസ്റ്റിലുള്ള വീടുകളാണ് വയ്ക്കുന്നത്.